ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി രാജ്യം. ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് 9 ദിവസം. ഈ മാസം 19-നാണ് ആദ്യഘട്ട പോളിംഗ്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമായി 102 ലോക്സഭാ സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്നത്. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് ഈവനിംഗ് നോബിൾ മാരിക്കാരൻ. ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് അധിക ദൂരമില്ല. ഒരാഴ്ച കൂടിയേ പരസ്യപ്രചാരണത്തിന് സമയമുള്ളൂ. എങ്ങനെയാണ് ഈ 102 മണ്ഡലങ്ങളിലെയും കാലാവസ്ഥ ഇപ്പോൾ? ഗുഡ് ഈവനിംഗ് സിജ. എന്താണെങ്കിലും ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനിയിപ്പോൾ 9 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ പോരാട്ടവും ഒപ്പം വാശിയേറിയ പ്രചാരണവുമാണ് എല്ലായിടത്തും നടക്കുന്നത്. 102 ലോക്സഭാ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ താരപ്രചാരകരായി ഇവിടെ എത്തിക്കൊണ്ട് പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. തമിഴ്നാട്ടിൽ 39 മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ആദ്യഘട്ട വോട്ടെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി പ്രമുഖരായ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ, ഒപ്പം അതോടൊപ്പം തന്നെ കനിമൊഴി അടക്കമുള്ള DMK നേതാക്കളൊക്കെ മത്സരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ സംസ്ഥാനങ്ങളിലൊക്കെ സജീവമായി പ്രചാരണം ഉണ്ടാകുമ്പോൾ കുടുംബാധിപത്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് BJP ഊന്നിക്കൊണ്ട് പ്രചാരണം നടത്തുന്നത്. കച്ചദ്വീപ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും തമിഴ്നാട്ടിൽ പ്രചാരണമാക്കുന്നുണ്ട്. ദേശീയ തലത്തിലേക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ പ്രചരണം ഉൾപ്പെടെ BJP സജീവ ചർച്ചയാക്കുന്നു. അതേസമയം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായും തൊഴിലില്ലായ്മ, വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസിൻ്റെയും ഒപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഭാഗത്തുനിന്ന് സജീവമായി തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ആദ്യഘട്ടമായുള്ള മറ്റ് ചർച്ചകളും അതോടൊപ്പം എല്ലാം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ പ്രകടന പത്രിക ഉൾപ്പെടെ വന്ന പശ്ചാത്തലത്തിൽ ഏറ്റവും സജീവമായ ചർച്ചകളിലേക്കും ഒപ്പം മറ്റ് പ്രചരണത്തിലേയും കടന്നുകൊണ്ട് പരമാവധി സീറ്റുകൾ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ വിജയിക്കുക എന്ന തന്ത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രചാരണം കൂടുതൽ വാശിയേറുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഒരു വശത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി നേരിട്ട് പ്രചാരണം നടത്തുമ്പോൾ മറുവശത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രചാരണത്തിന് എത്തുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും വാശിയേറിയ പോരാട്ടത്തിന് ഇനിയിപ്പോൾ 9 ദിവസം മാത്രമാണ് ഉള്ളത്. അവസാനവട്ട മറ്റ് വോട്ടുറപ്പിക്കാൻ വേണ്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും ഒപ്പം പ്രവർത്തകരും എല്ലാം. സുജയ. നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.